ദേ നോക്ക്. ഞാൻ സാമ്പാറിന് എടുത്തു കളഞ്ഞ പല്ലി അതെയാ ചത്ത് കിടക്കുന്ന. ഒരു കാര്യമില്ലാതെ ഉള്ള സാമ്പാർ മുഴുവൻ എടുത്ത് കുടിക്കുകയോ ചെയ്തല്ലോ ഭഗവാനെ. കൊലച്ചതിയാ ചാരു നീ ചെയ്തേ. ഞാൻ എന്ത് ചെയ്തുന്നാ? ആരും കാണാതെ ഞാൻ എടുത്ത് മാറ്റി വെച്ച സാമ്പാറല്ലേ ഇത്. ഇതിനൊക്കെ നിന്നോട് അമ്മ ഞാനും കൂടി കുറച്ച് സ്ഥലം തന്നെ. എനിക്ക് എന്നെ സ്ഥലം തികയുന്നില്ല. നീ എവിടെയെങ്കിലും പോ. നീ ഇവിടെ ഉണ്ടായിരുന്നു. തല കറങ്ങുന്ന പോലൊരു തോന്നല്. തല കറങ്ങുന്ന പോലൊരു തോന്നല്. അമ്മായി പൊടി പിഴിഞ്ഞ വെള്ളം ഒറ്റ വലിക്കതം കുടിച്ചോ. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. അമ്മായി കുടിക്കമ്മായി, ഇതല്ലാതെ വേറെ വഴിയില്ല. അയ്യോ നല്ല പുളിയാ, ഒറ്റ വലിക്കാൻ കുടിച്ചോ. ആ കുടിച്ചോ നിർത്തണ്ട, കുടിച്ചോ. അമ്മായിക്കും ചേച്ചിക്കും കുറച്ചുകൂടി പുളിവെള്ളം തരട്ടെ? മതി മതി, ഉള്ള പുളിവെള്ളം കുടിച്ച് ഇനി അതിന്റെ പേരിൽ അടുത്ത ഛർദിൽ തുടങ്ങണ്ട. അയ്യോ അയ്യോ. എന്താ മോളെ, എന്ത് പറ്റി ഇവർക്കൊക്കെ? അത് ഇവർക്കൊരബദ്ധം പറ്റി. ഞാൻ ഉണ്ടാക്കി വെച്ച സാമ്പാറിൽ പല്ലി വീണായിരുന്നു. ഇവരതറിയാതെ ആ സാമ്പാർ മുഴുവൻ എടുത്ത് കഴിച്ചു. പല്ലി വീണ സാമ്പാർ കഴിച്ചെന്നോ? അതങ്ങനെ? അതെ ബാലമാമേ. അപ്പോഴേ ഞാൻ ആ സാമ്പാർ എടുത്ത് കളഞ്ഞാ മതിയായിരുന്നു. എന്റെ കയ്യിലെ തെറ്റാ. പാവം 3 പേരും ശരിക്കും ഛർദിച്ചു. ഇപ്പൊ പുളിവെള്ളമൊക്കെ കൊടുത്തിരുത്തിയിരിക്കുവോ.
ദ്രൗപദി അമ്മയ്ക്കുള്ള ഭക്ഷണം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നതേ ഉള്ളൂ. പരമേശ്വരനും കിരണും അഞ്ജനയൊക്കെ ഭക്ഷണം കഴിച്ചായിരുന്നോ? ഇല്ല, അവരെ ബാലഭാമ വന്നിട്ട് വിളിക്കാന്ന് കരുതി. ആ, അപ്പൊ അതാണ് കാര്യം. വിരുന്നുകാർ കഴിക്കുന്നതിന് മുമ്പേ വീട്ടുകാർ കയറിയിരുന്ന് കുശാലായിട്ട് അങ്ങ് തട്ടി. എന്റെ ചാരു, വിശപ്പുണ്ടായിട്ടാണ് ഇവര് മൂന്നുപേരും കയറി നിന്ന് കഴിച്ചതെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും അല്ല. അവരൊക്കെ കഴിക്കുന്നതിന് മുമ്പ് കയറിയിരുന്ന് കഴിച്ച്